ഇന്ന് നല്ലൊരു മീനച്ചാറാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. കേരമീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് നാൾ ഇതുപോലെ ഇങ്ങനെ സൂക്ഷിക്കാനായിട്ട് പറ്റും. കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനിവിടെ കേരമീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഇതാ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചെറുതായി അരിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ട്. മീനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മളിത് കുഴച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്നങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. മീനെ നമ്മൾ പൊടിയായി അരിഞ്ഞെടുക്കാതെ കട്ട് ചെയ്തെടുക്കാതെ ചെറിയ ചതുരത്തിലുള്ള പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്നാകണ്ട് പൊടിഞ്ഞ് പോകും. മീനൊക്കെ മസാല തേച്ചിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു പാനിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി, വലിയൊരു കഷ്ണം ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കൊത്തി ചെറുതായി അരിഞ്ഞതാണ്. ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ കടുകും ഉലുവയൊക്കെ വറുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് മൂപ്പിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഈ രീതിക്കാണ് ചെയ്തെടുക്കുന്നത്. നല്ലതുപോലെ എല്ലാം കൂടി ഒന്നിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് തന്നെ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മീൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത പാടെ ഇളക്കി കൊടുക്കരുത്. ആ മീനിലുള്ള മസാലയൊക്കെ പെട്ടെന്ന് ഇളകി പോകും. ഒരു വശം ഒന്ന് നന്നായിട്ട് വെന്ത് വന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് വേണം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. എല്ലാം കൂടി ഞാൻ കുറേശ്ശെയായിട്ട് 2 പാർട്ടായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ഡ്രൈ ആയിട്ട് കട്ടിയിൽ മൊരിയിപ്പിച്ചെടുക്കാതെ ഒരു പാകത്തിനൊക്കെ വേവിച്ച് മൊരിയിപ്പിച്ചെടുത്താൽ മതി. ഈ ഒരു സമയത്ത് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ വേവാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായി ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ആ ഒരു എണ്ണയിലേക്ക് തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുന്ന ആ ഒരു ടൈമിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും പൊട്ടി വരുന്ന സമയത്ത് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തീ അങ്ങോട്ട് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് 1 ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ മിക്സി ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ 1/2 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലതുപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് പേസ്റ്റാക്കിയിട്ട് പൊടിക്കേണ്ട, ഒന്നാണ്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മീനച്ചാറ് നല്ലൊരു കട്ടിയൊക്കെ ഉണ്ടാവും. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചേർത്തിട്ടില്ല, ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മീനിൻ്റെ ആ ഒരു അളവിനനുസരിച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്കൊരു 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് തീ അങ്ങോട്ട് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിത് ചൂടാറിയതിന് ശേഷം വേണം കുപ്പിയിലാക്കിയിട്ട് വെക്കാനായിട്ട്. ഒരു ദിവസം പുറത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാനായിട്ട്. നനഞ്ഞ സ്പൂൺ കൊണ്ട് നമ്മൾ അച്ചാർ എടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ അച്ചാർ വേഗം പൂത്ത് പോകും. വിനാഗിരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ 1/2 ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ചൂടാറിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ളൊരു മീനച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ. നമ്മളിപ്പോൾ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയത്. ചൂടാറിയതിന് ശേഷം നമ്മൾ ബോട്ടിലാക്കി വെക്കുന്നതാണ്. നാളെ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.